ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിലത്തെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ജാപ്പനീസ് മാർക്കറ്റുകളും കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത് 6 ആഴ്ചത്തെ കണ്ടിന്യൂസ് ലോസിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഡൊമസ്റ്റിക് ഫണ്ടുകളുടെ ബൈയിങ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച അവസാനിക്കുമ്പോൾ 29ാമത്തെ ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡൊമസ്റ്റിക് ഫണ്ടുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങിയിട്ടുള്ളത്. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലേഴ്സ് ആയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിട്ടുള്ള ജൂലൈ മ്യൂച്വൽ ഫണ്ട് ഡാറ്റയും വളരെ അട്രാക്റ്റീവാണ്. 75.4 ലക്ഷം കോടിയാണ് AUM, ഇപ്പോൾ റെക്കോർഡ് AUM ആണ്. അതോടൊപ്പം തന്നെ SIP ഡാറ്റ 28,464 കോടി രൂപയാണ്. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ Q1 എൻഡ് ചെയ്യുമ്പോൾ, ഈ ധനകാര്യ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടർ എൻഡ് ചെയ്യുമ്പോൾ നിഫ്റ്റി 500 കമ്പനികളിൽ ഡൊമസ്റ്റിക് ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത് 19%. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 18.8% മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിലേഴ്സും കൂടിയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് ഈ റീറ്റെയിൽ ഡൊമസ്റ്റിക് പാർട്ടിസിപ്പേഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. അടുത്ത മാസങ്ങളിലും അടുത്ത വർഷങ്ങളിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ധാരാളം പോസിറ്റീവ് ന്യൂസസ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ന്യൂസ്, സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് ഉയർത്തിയതാണ്. BBB ഉയർത്തിയിരിക്കുകയാണ്. BBB- നിന്ന് 18 വർഷത്തിന് ശേഷമാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ 7 ബാങ്കുകളുടെയും 4 NBFCകളുടെയും 4 കോർപ്പറേറ്റുകളുടെയും റേറ്റിംഗ് കൂടി സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് ഉയർത്തിയിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഈ സ്റ്റോക്കുകൾക്ക് ഈ റേറ്റിംഗ് അപ്ഗ്രേഡ് കൊണ്ട് കിട്ടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് 18 വർഷത്തിന് ശേഷമുള്ള ഈ അപ്ഗ്രേഡ് ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഓഗസ്റ്റ് 15 അനൗൺസ് ചെയ്തിട്ടുള്ള GST റിഫോം മെഷേഴ്സ് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത്. 99% ഐറ്റങ്ങളുടെയും GST റേറ്റ് ദീപാവലി മുതൽ കുറയും. ഇപ്പോഴത്തെ 4 സ്ലാബിൽ നിന്ന് 2 കോമൺ സ്ലാബുകളും 1 സ്പെഷ്യൽ സ്ലാബ് മാത്രമേ ദീപാവലി മുതൽ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലത്തെ ജനങ്ങൾക്ക്, ഇന്ത്യയിലത്തെ കോർപ്പറേറ്റുകൾക്ക്, ഇന്ത്യയിലത്തെ ഇൻവെസ്റ്റേഴ്സിന് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൂടി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാവും. ഒപ്പം റഷ്യയും അതുപോലെ തന്നെ ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തീർക്കുന്നത് സംബന്ധിച്ച് ട്രംപും പുടിനും തമ്മിലുള്ള ഡിസ്കഷൻ നടന്നിരുന്നു. ഇന്ന് അമേരിക്കയിൽ യുക്രൈൻ പ്രസിഡൻറ്റും ട്രംപും യൂറോപ്യൻ ലീഡേഴ്സും തമ്മിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഒപ്പം അമേരിക്കൻ പ്രസിഡൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് അഡീഷണൽ താരിഫുകളെല്ലാം തന്നെ വിഡ്രോ ചെയ്തേക്കാന്നാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൂടി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാവും. ഓവറോൾ പോസിറ്റീവ് ബയാസാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ ധാരാളം സ്റ്റോക്കുകൾ, പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള സ്റ്റോക്കുകളുണ്ട്. കഫേ കോഫിയുടെ, അതുപോലെ തന്നെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, സൈഡസ് ലൈഫ് സയൻസസ്, മാരിക്കോ, KRBL, ഡിക്സൺ ടെക്നോളജീസ്, സെങ്കോ ഗോൾഡ്, ആസ്റ്റർ DM, അപ്പോളോ ഹോസ്പിറ്റൽ, HDFC ബാങ്ക്, ഇപാക് ഡ്യൂറബിൾസ്, ഒലക്ട്ര ഗ്രീൻ ടെക്, സിർമ SGS, ഒപ്പം KEC ഇൻ്റർനാഷണൽ 1402 കോടി രൂപ പുതിയ ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 4 പുതിയ വെഹിക്കിൾസ് SUVs അൺവെയിൽ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 15 വേൾഡ് ക്ലാസ് വെഹിക്കിൾസ് ആണ്. വളരെ അമേസിങ് വെഹിക്കിൾസ് ആണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ കാണാം. റീസെൻ്റായിട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അക്വയർ ചെയ്തിട്ടുള്ള SML മോട്ടേഴ്സ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്ക് ആക്ഷൻ കൺസെഷനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രൊമോട്ടേഴ്സ്
ഈ സ്റ്റോക്കിൽ ബൈ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് ഇന്ന് പോസിറ്റീവാണ്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $3,341 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം കോപ്പറും സിൽവറും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബ്രോഡ് ബേസ്ഡ് റാലിയാണ് ഇന്ത്യൻ മാർക്കറ്റിലെ. GST റിഫോംസ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ്, ഒപ്പം അഡീഷണൽ താരിഫ് മെഷേഴ്സ് അമേരിക്ക വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.